ഹലോ ഗൈസ്, അപ്പോൾ കൈനറ്റിക് തിയറി എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം അല്ലെ. നമുക്കറിയാം കൈനറ്റിക് തിയറി എന്ന് പറഞ്ഞ ചെറിയ ചാപ്റ്റർ ആണ്. അതിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് റെഡി അല്ലേ. ഇപ്പോൾ ലാസ്റ്റ് 10 to 15 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മോസ്റ്റ് റെക്കറന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ. അപ്പൊ നമുക്ക് ടൈം കളയേണ്ട, ഡയറക്ട്ലി മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് ദി CV ആൻഡ് CP വാല്യൂസ് ഓഫ് 1 mole ഓഫ് എ ഡൈ അറ്റോമിക് ഗ്യാസ് അല്ലെ. എന്നാൽ നമുക്ക് മോണോഅറ്റോമിക് ഗ്യാസ് ഉണ്ട്, ഡൈ അറ്റോമിക് ഗ്യാസ് ഉണ്ട്, റെഡി ആണല്ലോ. പോളി അറ്റോമിക് ഗ്യാസ് ഉണ്ട്, റെഡി. നമുക്ക് അതിന്റെ ഷോർട്ട് കട്ട് അറിയാലോ. എന്താ നോക്കിയേ, ശ്രദ്ധിച്ചേടാ. ദാറ്റ് ഈസ് CV is equal to, നോക്കിയേ എന്താണ് എഫ് എന്ന് പറഞ്ഞാല്. എഫ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, ദാറ്റ് ഈസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമ്മൾ എന്ത് ചെയ്യും, ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് എന്തെന്ന് എഴുതൂടാ, എഫ് എന്ന് എഴുതും. റെഡി ആണോ? അങ്ങനെയാണെങ്കിൽ സിയുടെ ഇക്വേഷൻ എന്താ അറിയോ, CV is equal to F/2R. എന്താണ് CV, എന്താണ് F/2R. ഇനി അങ്ങനെയാണെങ്കിൽ CP എന്താ, CP is equal to F/2R plus R. എന്താണ് F/2R plus R. ഇവിടെ ഏതാ, ഡൈഅറ്റോമിക് ഗ്യാസ് അല്ലേ മക്കളെ. അങ്ങനെയാണെങ്കിൽ ഡൈഅറ്റോമിക് ഗ്യാസിന്റെ F is equal to 5 ആണ് അല്ലെ. F is equal to 5 എന്ന് പറഞ്ഞാൽ എന്താ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആണ്. അതെങ്ങനെയാ വരുന്നത്, ദാറ്റ് ഈസ് 3 ട്രാൻസ്ലേഷനും 2 എന്താണ് റൊട്ടേഷനും ആണ്. എന്താണ് 3 ട്രാൻസ്ലേഷനും 2 റൊട്ടേഷൻ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ചോദിച്ചിട്ടല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ CV എന്താ, CV is equal to 5/2R and CP is equal to എന്താണ് 7/2R. ഡൗട്ട് ഇല്ലല്ലോ, 5/2R and 7/2R. റെഡി അല്ലേ, സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, റൈറ്റ് ഷോർട്ട് നോട്ട്സ്. ഷോർട്ട് നോട്ട് എഴുതണം. എന്തിനെ കുറിച്ചിട്ടാണ് ഷോർട്ട് നോട്ട് എഴുതേണ്ടത് നോക്കിയേ. ഒന്നാമത്തത് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, 2 മീൻ ഫ്രീ പാത്ത്. റെഡി അല്ലേ, സിമ്പിൾ ആണ്. ഏറ്റവും റെക്കറന്റ് ആയി ചോദിക്കുന്ന 2 ഡെഫിനിഷൻസ് ആണ്. എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്, ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ. ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, റെഡി അല്ലേ. ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി റെഡി ആണോ നോക്കിയേ. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി സ്റ്റേറ്റ് ദാറ്റ് ഇൻ ഇക്വിലിബ്രിയം ദ ടോട്ടൽ എനർജി is distributed in all possible energy mode with each mode having an average energy is equal to half kBT. In equilibrium ടോട്ടൽ എനർജി ഓരോ മോഡിൽ ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. റെഡി ആണല്ലോ. ഈക്വൽ പാർട്ടീഷൻ എന്നാ പറയാ. റെഡി. ഇനി ഓരോ മോഡിൽ എന്താ, ഹാഫ് kBT വരും. ഇനി അതിൽ തന്നെ എന്താ ഡിഫറൻസ് ഉള്ളത് കാര്യം നോക്കിയടാ. ട്രാൻസ്ലേഷൻ ആണെങ്കിൽ നോക്കിയാൽ, ട്രാൻസ്ലേഷൻ ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഹാഫ് kBT ആണ്. റൊട്ടേഷൻ ഡിഗ്രി ആണെങ്കിൽ എന്താണ്, kBT ആണ്. പക്ഷേ വൈബ്രേഷൻ ഡിഗ്രി ആണെങ്കിൽ എന്താണ്, വൈബ്രേഷൻ ഡിഗ്രി ആണെങ്കിൽ എന്താണ്, kBT വരും. അതായത് 2 times half kBT അല്ലെ. 2 into half kBT that is equal to kBT. റെഡി ആണല്ലോ. എന്താ വൈബ്രേഷൻ മോഡിൽ എന്താ, കൈനറ്റിക്കും പൊട്ടൻഷ്യൽ എനർജി മോഡ്സ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. റെഡി ആണല്ലോ. ഇതാണ് എന്ത്, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. റെഡി ആണല്ലോ. ഇനി രണ്ടാമത്തെ എന്താ, മീൻ ഫ്രീ പാത്ത്. റെഡി ആണല്ലോ. അതായത് മീൻ ഫ്രീ പാത്തിനെ കുറിച്ച് എന്താ എപ്പോഴും ക്വസ്റ്റ്യൻ റെക്കമെൻഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് മീൻ ഫ്രീ പാത്തും അതിന്റെ ഇക്വേഷൻ. എന്താ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ആവറേജ് ഡിസ്റ്റൻസ് കവേർഡ് ബിറ്റ്വീൻ 2 successive collisions. റെഡി ആണല്ലോ. എന്താണ് ഇക്വേഷൻ, റെഡി അല്ലടാ. എന്താ ഇക്വേഷൻ എന്താ, ദാറ്റ് ഈസ് L is equal to 1/√2 into n pi d square. എന്താണ് 1/√2 into n pi d square. റെഡി ആണല്ലോ, സിമ്പിൾ ആണല്ലോ. ഈ ഡയഗ്രാം നമുക്ക് വരച്ചിട്ടുണ്ട്. റെഡി ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെഡി. സ്റ്റേറ്റ് ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. നമ്മൾ എന്ത് ചെയ്താണ്, ജസ്റ്റ് ഇപ്പോ പറഞ്ഞ ലോ ആണ്. റെഡി. നെക്സ്റ്റ് നോക്കിയേ, എ ബോക്സ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഏതൊക്കെ ഗ്യാസ് ആണ്, ഒന്ന് ഹൈഡ്രജൻ ആണ്, രണ്ടാരാണ് ഓക്സിജൻ ആണ്. നോക്കിയേ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 gram ആണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 32 gram ആണ്. എന്താണ് 32 gram ആണ്. മാസിൽ ഡിഫറൻസ് ഉണ്ട്. ഇഫ് ദർ ഇസ് എ ഫൈൻ ഹോൾ ഓൺ ദ ടോപ്പ് ഓഫ് എ ബോക്സ് വിച്ച് ഗ്യാസ് വിൽ ലീക്ക് റാപ്പിഡ്ലി വൈ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. റെഡി ആണല്ലോ. നമുക്കറിയാം, അതായത് എന്താ, റേറ്റ് ഓഫ് എഫ്ലക്സ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് മാസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടുത്തെ ഹയർ റേറ്റ് ഓഫ് എന്താണ് ഇഫ്ലക്സ് വരെ ഏത് ഗ്യാസ് ആടാ, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. റെഡി ആണല്ലോ. ഏത് ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, വെൻ ഗ്യാസ് is heated its temperature increases. Explain the basis of kinetic theory. നമുക്കറിയാലോ എന്താണ് ആ kinetic theory നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. There is involvement of collision between the atoms of the gas. റെഡി ആണല്ലോ. ടെമ്പറേച്ചർ കൂടി എന്താണ്, there will be more the number of അല്ലെങ്കിൽ more the frequency of collision അല്ലെ. collision frequency കൂടിയാൽ എന്താണ്, there will be emission of some amount of energy as temperature increases. റെഡി ആണല്ലോ. സിമ്പിൾ ആണല്ലോ മക്കളെ. ഇതാണത്. അതായത് നമ്മൾ എയും ബിയും സിയും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റെഡി ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെഡി. ഓക്കെ. പ്രഷർ എക്സേർട്ടഡ് തന്നിട്ടുണ്ട്. എന്താ, പ്രഷർ ഇസ് ഈക്വൽ ടു 1/3 NM V bar സ്ക്വയർ. റെഡി ആണല്ലോ. ഇനി N എന്താ, സ്മോൾ ലെറ്റർ N എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ആണ്. M എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ആണ്. V bar എന്ന് പറഞ്ഞാൽ എന്താ, മീൻ സ്ക്വയർ സ്പീഡ് ആണ്. ഇനി ഫൈൻഡ് ആവറേജ് കൈനറ്റിക് എനർജി. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, കൈനറ്റിക് എനർജി പെർ N ക്യാപിറ്റൽ എന്താ, നമ്പർ ഓഫ് ആറ്റംസ്. റെഡി ആണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, കൈനറ്റിക് എനർജി പെർ നമ്പർ ഓഫ് മോൾ. ദാറ്റ് ഈസ് ഇതിനാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്. ഇതിനാണ് എന്തെന്ന് പറയാ, ആവറേജ് കൈനറ്റിക് എനർജി. ഇതിനെന്താണ് പറയേണ്ടത്, ആവറേജ് കൈനറ്റിക് എനർജി. റെഡി ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, ശ്രദ്ധിച്ചിരിക്കണേ. നോക്ക് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്നും ഇതിന് പറയാം. നോക്കിയേ, പ്രഷർ തന്നിട്ടുണ്ടല്ലോ. എന്താ പ്രഷർ, പ്രഷർ ഇസ് ഈക്വൽ ടു 1/3 NM V bar സ്ക്വയർ. റെഡി ആണല്ലോ. ഇനി നോക്കിയടാ,
എന്താണ് 1/3 n v bar square നമ്മൾ എന്ത് എഴുതാൻ പോകുന്നത്? ദാറ്റ് ഈസ് പ്രഷർ ആണല്ലോ. നമ്മൾ രണ്ട് സൈഡിൽ എന്ത് ചെയ്യണം? ആ വോളിയം വെച്ചിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ വി ബാറും വിയും വെച്ചിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ക്യാപിറ്റൽ വി നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള എന്താണ്? വോളിയം ആണ്. എന്താണ്? വോളിയം ആണ്. ഓക്കെ, പിന്നെ നമുക്ക് അറിയാവുന്ന കേസാണ് നമ്പർ ഓഫ് മോൾസ് എന്താ? ഗിവൺ നമ്പർ ബൈ വോളിയം ആണ് അല്ലെ. ദാറ്റ് ഈസ് എന്താണ്? മൊളാരിറ്റി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ n എന്താടാ? n ഈസ് ഈക്വൽ ടു n ഇൻറ്റു സ്മോൾ ലെറ്റർ n ഇൻറ്റു വോളിയം വി ആണ്. റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്ത്? ദാറ്റ് ഈസ് എന്താ? ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ n ഇൻറ്റു ക്യാപിറ്റൽ വിനെ പകരം എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാപിറ്റൽ n എന്ന് എഴുതിയിട്ടുണ്ട്. റെഡിയാണല്ലോ. ഇനി നമ്മൾ ചെയ്ത കാര്യം ശ്രദ്ധിക്കണേ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇവിടെ ഓരോ ചേഞ്ച് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രദ്ധിച്ചു പോകേണ്ടത് അല്ലെ. ചേഞ്ച് എന്താണെന്ന് ശ്രദ്ധിച്ചു പോകണം. നോക്കി ഇവിടെ എന്താ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ ഇക്വേഷന്റെ ബാലൻസിങ് എന്തെങ്കിലും സംഭവിക്കുമോ മക്കളെ? ഇല്ല. നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്? ബിക്കോസ് വി ഹാവ് ടു ടേക്ക് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്താ? ഹാഫ് എം വി സ്ക്വയർ. എന്താണ്? ഹാഫ് എം വി സ്ക്വയർ, ഇവിടെ വി ബാർ സ്ക്വയർ. അപ്പൊ ഇതെന്തിനാ ഇങ്ങനെ എടുത്തത്? ഇത് എടുക്കാൻ കാരണം അവിടെ കൈനറ്റിക് എനർജി കൊണ്ടുവരാനാ. റെഡി ആണല്ലോ. നമുക്ക് ഇവിടെ കിട്ടിയ എന്താ? പി വി സി ഈക്വൽ ടു 2/3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണല്ലോ. എന്താ? ആ പി വി സി ഈക്വൽ ടു എൻ കെ ബി ടി അല്ലെ. എന്താ? പി വി സി ഈക്വൽ ടു എന്താണ്? എൻ കെ ബി ടി. എന്താ കെ ബി എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ്. റെഡിയാണല്ലോ. സിമ്പിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എന്താ? ഈ പി വിയുടെ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്താൽ മനസ്സിലായി. 2/3 ഈസ് ഈക്വൽ ടു എൻ കെ ബി ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? എന്താ? ഇ ഈസ് ഈക്വൽ ടു 3/2 എൻ കെ ബി ടി. ഇ ബൈ എൻ അതായത് ആവറേജ് കൈനറ്റിക് എനർജി പെർ ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് എന്ത്? ആവറേജ് കൈനറ്റിക് എനർജി. ഇക്വേഷൻ എന്താ? ഇ ബൈ എൻ ഇസ് ഈക്വൽ ടു 3/2 കെ ബി ടി. ഇതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് എന്ത് മക്കളെ? കൈനറ്റിക് എനർജി ആവറേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ്. റെഡിയാണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. യൂസിംഗ് കൈനറ്റിക് തിയറി പ്രൂവ് ദാറ്റ് ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ജസ്റ്റ് ഇപ്പൊ പറഞ്ഞുള്ള സെയിം സൊല്യൂഷൻ. നെക്സ്റ്റ് നോക്കിയേ. യൂസിംഗ് കൈനറ്റിക് എനർജി പ്രൂവ് ദാറ്റ് ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലെ. തേർഡ് ടൈം ആണ് സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. റെഡി അല്ലേ? മക്കളെ നോക്കിയടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എൻ ഐഡിയൽ ഗ്യാസ്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത എന്താ? അതായത് പ്രഷറിന്റെ ഇക്വേഷനിൽ നിന്ന് ആവറേജ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇവിടെ എന്താ? പ്രഷർ ഡിറൈവ് ചെയ്യാൻ പറയണം. വളരെ സിമ്പിൾ ആണ്. നോക്കിയടാ. ഇവിടെ നോക്കിയേ. ടോട്ടൽ ചേഞ്ച് ഇൻ ദി മൊമെന്റം എന്താ? ടോട്ടൽ ചേഞ്ച് ഇൻ ദ മൊമെന്റം -2 ഇൻറ്റു എം വി എക്സ് ആണ്. എന്താ വി എക്സ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് ആണ്. റെഡി ആണല്ലോ. ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിത്ത് വി എക്സ് ഹിറ്റിംഗ് ദ വോൾ അല്ലെ. ടോട്ടൽ നമ്പർ എന്താ? ദാറ്റ് ഈസ് ഹാഫ് എൻ എ ഇൻറ്റു വി എക്സ് ഇൻറ്റു ഡെൽറ്റ ടി. റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ. നമുക്ക് നോക്കിയേ. ദ ചേഞ്ച് ഇൻ മൊമെന്റം പെർ മോളിക്യൂൾ ആണ് നമ്മൾ ആദ്യം കണ്ടെത്തിയത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടെത്താൻ പോകുന്നത്? ടോട്ടൽ മൊമെന്റം. ടോട്ടൽ മൊമെന്റം എന്താ? ടോട്ടൽ മൊമെന്റം എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റെഡി ആണല്ലോ. സൈൻ ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്തു. നോക്കിയേ. ക്യൂ ഇസ് ഈക്വൽ ടു എൻ എം എ വി എക്സ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. റെഡി ആണല്ലോ. സിമ്പിൾ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഫോഴ്സ് അറിയാലോ. നോക്കിയേ. നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്നുള്ള ഒരു കാര്യം അറിയാലോ. ദാറ്റ് ഈസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം അല്ലെ. എന്താണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ഡി ടി. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയും. റെഡി ആണല്ലോ. ഡൗട്ട് ഇല്ലല്ലോ. നമ്മൾ എഴുതാൻ പോകണം എന്താ? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി. അപ്പൊ എന്ത് പോവടാ? ഈ ഡെൽറ്റ ടി പോവും. അപ്പൊ എന്ത് വരും? എഫ് ഇസ് ഈക്വൽ ടു എൻ എം എ വി എക്സ് സ്ക്വയർ. റെഡി ആണല്ലോ. ഇനി വാട്ട് ഈസ് പ്രഷർ? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അങ്ങനെയാണെങ്കിൽ പ്രഷർ എഴുതുമ്പോൾ എന്ത് പോവും? ഏരിയ കൂടെ പോകും. ലാസ്റ്റ് എന്ത് വരും? പ്രഷർ ഈസ് ഈക്വൽ ടു എൻ എം വി എക്സ് സ്ക്വയർ. ഇനി നമ്മൾ അറിയുന്ന ഒരു ഒബ്സർവേഷൻ ആണ് അല്ലെ. എന്താ? വി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 ഓഫ് ദ വി ബാർ സ്ക്വയർ ആണ്. റെഡി അല്ലേ? അതായത് 1/3 ആണ് വി എക്സിൽ ഉണ്ടാവുക. റെഡി ആണല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ? ദാറ്റ് ഈസ് പ്രഷർ ഈസ് ഈക്വൽ ടു ടോട്ടൽ നമുക്ക് എന്ത് വരും? 1/3 ഇൻറ്റു എൻ എം വി ബാർ സ്ക്വയർ എന്ന് വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള, അതായത് അതിന്റെ ആവശ്യമുള്ള സ്റ്റെപ്സ് മാത്രം നോക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വെക്കുക. റെഡി ആണല്ലോ. സിമ്പിൾ ആണല്ലോ. അപ്പൊ നമ്മൾ രണ്ട് ഡെറിവേഷൻസ് ഈസി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. റെഡി ആണല്ലോ. നെക്സ്റ്റ് നോക്കിയടാ. പ്രൂവ് ദാറ്റ് ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെയിം ഡെറിവേഷൻ തന്നെയാണ് വീണ്ടും വീണ്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. റെഡി. നെക്സ്റ്റ് നോക്കിയേ. വാട്ട് വിൽ ബി ദ ഇഫക്ട് ഓഫ് ആർ എം എസ് വെലോസിറ്റി ഇഫ് ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഇസ് ഇൻക്രീസ്? ആർ എം എസ് വെലോസിറ്റി ഇക്വേഷൻ നോക്കിയടാ. ഇതിൽ എന്ത് മനസ്സിലായി? വി ആർ എം എസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടെമ്പറേച്ചർ അല്ലെ. അപ്പൊ നോക്കിയേ. ടെമ്പറേച്ചർ കൂടിയാൽ വി ആർ എം എസ് കൂടില്ല മക്കളെ. ഇവിടെ എന്താ ചോദിച്ചുള്ളത്? ടെമ്പറേച്ചർ കൂടി വി ആർ എം എസ് എന്താ സംഭവിക്കുക? ഇറ്റ് ഓൾസോ ഇൻക്രീസസ്. ദ ആർ എം എസ് വെലോസിറ്റി ഓൾസോ ഇൻക്രീസസ്. നെക്സ്റ്റ് നോക്കിയേ. കാൽക്കുലേറ്റ് ദ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് ഓക്സിജൻ. ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? 32 ഗ്രാം ആണ്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 100 കെൽവിൻ ആണ്. ഓക്കെ. ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ.
ഓക്കെ ദാറ്റ് ഈസ് 3 kBT/m. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഗിവൺ മാസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സെയിം ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അറ്റ് 300 കെൽവിൻ. ഇതിന് മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. റെഡി. ഇനി നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഡു യു മീൻ ബൈ മീൻ ഫ്രീ പാത്ത്? നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ എന്താ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് കവേർഡ് ബിറ്റ്വീൻ അഡ്ജസന്റ് ടു കൊളീഷൻ അല്ലെ. ദാറ്റ് ഈസ് L is equal to എന്താണ് 1/√2 n/d². എന്താടാ 1/√2 into n/d². വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനി നെക്സ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇനി ടു പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് തിയറിയുടെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്ത് പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ രണ്ടെണ്ണം മതി. ഓക്കെ, രണ്ടെണ്ണം എന്താ, ഒന്ന് കൊളീഷൻ ഈസ് ഇലാസ്റ്റിക്. റെഡി അല്ലേ. ഇനി രണ്ടാമത്തെ കാര്യം പറയാം, എന്താണ് പ്രഷർ ഈസ് എക്സേർട്ടഡ് ഓൺ ദ വാൾസ് ഓഫ് കണ്ടെയ്നർ ഡ്യൂ ടു ദ കൊളീഷൻ ബൈ ദി ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്. റെഡി ആണല്ലോ. നമ്മൾ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതായത് പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, കൈനറ്റിക് തിയറി പോസ്റ്റ്ലേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റെഡി ആണല്ലോ. ഇനി വാട്ട് ഈസ് എൻ ഐഡിയൽ ഗ്യാസ് അല്ലെ. ഐഡിയൽ ഗ്യാസ് എന്താ, അതായത് ഗ്യാസ് ലോസ് ഒക്കെ ഒബേ ചെയ്യുന്ന ആളാണ് ആര്, ദാറ്റ് ഈസ് ഐഡിയൽ ഗ്യാസ്. PV is equal to μRT. ഓക്കെ, ഐഡിയൽ ഗ്യാസ് അതുപോലെ തന്നെ എന്തുകൊണ്ട് മക്കളെ, റിയൽ ഗ്യാസും ഉണ്ട്. റെഡി അല്ലേ. ഇനി PV is equal to μRT പോലെ നമുക്ക് എന്ത് എഴുതാം, PV is equal to NKBT. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് എന്താണ്, R is equal to NA into KB. എന്താ NA എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ കോൺസ്റ്റന്റ്. 6.022 into 10⁻23. ഇനി KB എന്താ, KB എന്ന് പറഞ്ഞാൽ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. റെഡി ആണല്ലോ, ഓക്കെ ആണല്ലോ. നമുക്ക് PV is equal to NKBT എന്ന് എഴുതാം, അതുപോലെ തന്നെ PV is equal to μRT എന്നും എഴുതാം. റെഡി അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കിയാൽ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. നമ്മൾ പറഞ്ഞതാണ് എന്താ, that is the in equilibrium the total energy is distributed in all possible energy mode. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ എനർജി ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്താണ്, ഹാഫ് KBT ആണ്. റെഡി. ട്രാൻസ്ലേഷനിൽ ഹാഫ് KBT, റൊട്ടേഷനിൽ ഹാഫ് KBT, പക്ഷെ എന്താണ് വൈബ്രേഷനിൽ ട്വൈസ് ഹാഫ് KBT ആണ്. ദാറ്റ് മീൻസ് എന്താണ്, ട്വൈസ് ഹാഫ് KBT മീൻസ് KBT അല്ലെ. അതെന്താ അങ്ങനെ വരാൻ കാരണം, ബിക്കോസ് ദർ ഈസ് ബോത്ത് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി മോഡ്സ്. റെഡി അല്ലേ, സിമ്പിൾ അല്ലേ മക്കൾ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്, ദാറ്റ് ഈസ് മീൻ ഫ്രീ പാത്ത് നോക്കുക. റെഡി അല്ലേ. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി ഇമ്പോർട്ടന്റ് ആണ്. പ്രഷറിന്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി ടെമ്പറേച്ചർ റിലേഷൻ, ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത്. അപ്പൊ മക്കളെ ഓൾ ദി ബെസ്റ്റ്.